സങ്കീർത്തനം 144. എൻ്റെ പാറയാകുന്ന യഹോവയെ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിനും എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദയ എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരം എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയെന്ന് എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. യഹോവയെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത്? മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം? മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യമത്രേ. അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. യഹോവയെ ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ. പർവ്വതങ്ങൾ പുകഴുവാൻ തക്കവണ്ണം അവയെ തൊടരണമേ. നിന്നെ അയച്ച് അവരെ ചിതറിക്കണമേ. നിന്റെ അസ്ത്രങ്ങൾ എയ്ത് അവരെ തോൽപ്പിക്കണമേ. ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ വാ ഭോഷ്ക് കൊണ്ട് സംസാരിക്കുന്നു. അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കയാവുന്നു. യഹോവേ, ഞാൻ നിനക്ക് പുതിയ പാട്ടുപാടും. 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിന് ഘോഷകരമായ വാളുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വാ ഭോഷ്ക് സംസ്കാരിക്കുന്നു. അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കയാവുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായ കൊത്തിയ മുളത്തൂളുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ കാലം തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000 10,000 പെരുകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ.